നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 20 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ രോഗാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം. ധനനഷ്ടം, അപമാനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റ, പ്രൊമോഷൻ, പുതിയ അവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ അലട്ടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവപ്പെടാനും ചില ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും ഇടയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധിക്കും. കീർത്തി, ധനലാഭം, പുതിയ വാഹനങ്ങൾക്കുള്ള യോഗം എന്നിവയും കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും ഫലവും ലഭിക്കുന്ന ദിവസമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ചതിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അപരിചിതരായ ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നത് നല്ലതാണ്. അലച്ചിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഭാഗ്യഹീനതയും അലട്ടിയേക്കാം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും നിറഞ്ഞ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും. വിവാഹയോഗം, സാമ്പത്തിക നേട്ടം, കുടുംബാംഗങ്ങളുടെയും പങ്കാളിയുടെയും സുഖം, ബന്ധുജന സമാഗമം, ദാമ്പത്യത്തിൽ ഐക്യം, കീർത്തി എന്നിവ കൈവരിക്കാൻ സാധ്യത കാണുന്നു. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ വാഹനം വാങ്ങാനോ നിലവിലുള്ള വാഹനം മെച്ചപ്പെടുത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപമുള്ളവർക്ക് സാമ്പത്തിക ലാഭം ലഭിക്കാൻ യോഗമുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച് ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വരുമാനവും ചെലവും കൃത്യമായ കണക്കാക്കി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശത്രുക്കൾ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പല കാര്യങ്ങളിലും അമിതമായ ഭയം തോന്നാൻ സാധ്യതയുണ്ട്. മാനസിക ശക്തി കുറയുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. സാമ്പത്തിക ക്ലേശം, മനോരോഗം, പരാജയം എന്നിവയെക്കുറിച്ചുള്ള സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അതിൽ ശോഭിക്കാൻ കഴിയുകയും ചെയ്യും. വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും ജീവിതത്തിന് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും സാധിക്കുന്നതാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ബിസിനസ്സുകാർക്ക് അവരുടെ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും ഇരട്ടി ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. കല, സാഹിത്യം, രാഷ്ട്രീയം എന്നിവ രംഗങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് അംഗീകാരവും അഭിനന്ദനവും ലഭിക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.